ഹലോ, നമ്മളിന്ന് ഒരു വെള്ളച്ചാട്ടം കാണിക്കാനാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാമേ. ഇവിടെ വണ്ടിയൊക്കെ ഉരുട്ടിയോളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ 3 പേര് സ്കൂട്ടിയിലാണ് വരുന്നത്. നമ്മൾ ഇത്രയും പേരാണ് കാറിൽ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഒരുപാട് എന്താ പറയാൻ, വയലുകളായാലും കൊച്ചു കൊച്ചു തോടായാലും അങ്ങനെയൊക്കെ. എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അധികം നേരത്തെ യാത്രക്കിടയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. കുറച്ച് നടന്നൊന്നും പോകണം. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാനും ചേച്ചിയും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. കാരണം വഴി അത്ര ശരിയൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഇറങ്ങാൻ പറ്റാതെ നിൽക്കും. കണ്ടോ, ഇത്രയും കുഴിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനായാലും തിരിച്ച് കയറാനായാലും ഇറങ്ങുന്നത് നമുക്ക് പിന്നെ തിരിച്ച് ഇറങ്ങി പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ തിരിച്ച് കയറുമ്പം ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഒരു ടാസ്ക്. അവരാദ്യം ആര് ചാടും എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. എനിക്ക് പിന്നെ പൊക്കമില്ലാത്തതുകൊണ്ട് ചാടേണ്ട വലിയ കാര്യം വന്നില്ല. കാരണം അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ചൂഴ്ന്ന് പോവേണ്ട ഒരു കാര്യമുള്ളൂ. അതിസാഹസ്യമായിട്ട് എല്ലാവരും വീഡിയോസൊന്നും എനിക്ക് നല്ലോണം എടുക്കാൻ പറ്റുന്നില്ല. ഞാനും കൂടി ഇറങ്ങുന്നത് കൊണ്ട് എനിക്ക് ഫോണിൽ കൂടി നോക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാടും ഒരു ബ്ലറായിട്ടും വെട്ടി കാണുന്നത്. നമ്മൾ പോകുന്ന ടൈം നല്ല മഴയുള്ള സമയമായിരുന്നു. കാരണം വൈകുന്നേരം ഒരു 4-4:30 ആവുമായിരിക്കും. ആ ഒരു സമയത്ത് പോകുമ്പോഴത്തേനും നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തായാലും എനിക്ക് കുനിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഹൈറ്റിലും അല്ല, ഒരുപാട് ഹൈറ്റ് കുറവും അല്ല. എന്തായാലും മരം ചാടി തന്നെ പോകണം. വെള്ളത്തിൽ ഇറങ്ങണ്ട, കരയിൽ നിന്ന് കാണാം എന്നുള്ള മോഹത്തിൽ വന്നതാണ് ഞാൻ മാത്രമല്ല, കൂടെയുള്ള 2 പേര്. അവരും കരയിൽ നിൽക്കാമെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആ ഒരു കുഞ്ഞ് ഇടവഴി കൂടിയായി ഈ വെള്ളം വരുന്നത്. പക്ഷെ വരുന്നത് നല്ല ശക്തിക്കാണ് വരുന്നത്. ഒരു തോടാണെന്ന് വെച്ചാൽ തോടല്ല, എന്നാൽ നല്ല ആഴമോ ചെളിയോ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു കൊച്ചൊരു വഴി കൂടെ വേണം നമ്മൾ. ആ വെള്ളത്തിൽ കൂടെ ചവിട്ടാതെ പോകാനുള്ള വഴിയില്ല. വെള്ളത്തിൽ ചവിട്ടി തന്നെ നമ്മൾ പോകേണ്ടി വരും. ഇവിടെ ഒരു സൈഡിന് എന്താണെന്നൊന്നും അറിയത്തില്ല, ഒരു മരത്തിൽ പട്ടൊക്കെ കെട്ടി അങ്ങനെ വെച്ചിരുന്നു. നമ്മളെന്തായാലും അതിനടുത്തേക്ക് പോയില്ല.
ചോദിച്ചാൽ നീന്തിയില്ല, നടന്നെന്ന് ചോദിച്ചാൽ നടന്നതുമില്ല. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിലൂടെ നടന്ന് ദൈവം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. പിള്ളേരൊക്കെ വളരെ എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അവരൊക്കെ എന്തോ അവിടെ വന്നുടനെ കിടക്കുകയായിരുന്നു. പാറപ്പുറത്തും വെള്ളത്തിലൊക്കെ ആയിട്ട് ഓരോരുത്തർ കിടക്കുകയായിരുന്നു. നമ്മളെല്ലാവരും പാറപ്പുറത്ത് കയറി നിൽക്കുകയാണ്. കാരണം കാല് മാത്രമേ നനയുന്നുള്ളൂ. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഫോണും നനയും. അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തൽക്കാലം ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് വീഡിയോ അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ നനഞ്ഞു പോയി. ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവരുടേതായ ഡ്രസ്സായാലും തുണികൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. കാരണം അവിടെ മരത്തിൻ്റെയൊക്കെ വള്ളിയൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഇട്ട് ചെരുപ്പ്, തുണികൾ, കവറ്, പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ ഒരുപാട് വസ്തുക്കൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി ഒരു മറന്നു വെച്ചതാവാൻ ചിലപ്പം അല്ലാതെ പോയതായിരിക്കും. മുകളിൽ നിന്നും വരുന്ന വെള്ളം നല്ല ശുദ്ധമായിട്ട് വരുന്ന വെള്ളമാണ്. പക്ഷേ ഒഴുകി താഴെ വീണിട്ട് അവിടെ കിടക്കുന്ന തുണികളും വേസ്റ്റും ഒക്കെയാണ് കുറച്ച് പ്രശ്നമായിട്ടുള്ളത്. വരുന്ന വഴിക്ക് എല്ലാവരും ആ കിണറിൽ എത്തി നോക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ എനിക്ക് എത്തി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ മാത്രം കിണറിലേക്ക് നീട്ടി പിടിച്ചു. സംഭവം എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതുവഴി വന്നിട്ട് ആ പുഴയിലേക്കാണ് പിന്നെ എത്തിച്ചേരുന്നത്. വീണ്ടും കുറേ കടിഞ്ഞാണിലൂടെ നമ്മൾ കര കയറി വന്നു. ഇതാണ് നമ്മൾ വന്ന വണ്ടി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി കയറുക, നേരെ വീട്ടിലെത്തുക.